ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തനിക്ക് അങ്ങനെ ഒരു ഇംഗിതം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ ഒരു ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞേക്കാം. എന്നേക്കുമായി അവളെ തന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളഞ്ഞാ പോരെ? അത് ഞാൻ ഏറ്റു. കള്ള തിരുമേനി, ഞാനേ നേരെ ചൊവ്വേ വന്ന് ചോദിച്ചു കഴിഞ്ഞാ താൻ ഇത് സമ്മതിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. നീയും അയാളും തമ്മിൽ ധാരണയായിട്ടല്ലേ ഇന്നിങ്ങോട്ട് വന്നത്. അല്ലാതെ അയാള് കൽപ്പനയും ഉർവേശയും തല്ലാനൊന്നും നിക്കില്ല. എന്നെ പൊന്നു മുത്തശ്ശി, അതെ പൂജാരിയായിട്ട് അയാളാണ് വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാന്ന്. കാരണം വരുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ആ സത്യത്തിൽ ഇതിനൊക്കെ കാരണം ഏട്ടത്തെയും ചെറിയമ്മയും തന്നെയാ. കഴിഞ്ഞ ദിവസം അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് യാദൃശ്ചികമായിട്ട് ഞാനൊന്ന് കണ്ടു. ചെറിയമ്മേ, പൂജാരിയായിട്ട് നമ്മൾ കൊണ്ടുവന്ന തിരുമേനി തന്നെ മതിയെന്ന് പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചു. അച്ഛൻ അറിയില്ലല്ലോ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന്. നമ്മുടെ കയ്യിന്ന് മുൻകൂർ പണം വാങ്ങിച്ച തിരുമേനിയല്ലേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ നമ്മുടെ ജോലിക്കാരനെ പോലെ അനുസരിക്കും. അല്ല, നീ എന്താ തിരുമേനിയോട് പറഞ്ഞത്? ഒരൊറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ. നാളെ പൂജയ്ക്ക് തിരുമേനി വന്നാ ആ നിമിഷം തന്നെ അവൾ ഇവിടെ നാട്ടിച്ചിറക്കണമെന്ന്. അല്ല, അങ്ങനെ അടിച്ചിറക്കണമെങ്കിൽ അതിനങ്ങനെ ഒരു സൂത്രം വേണ്ടേ? അതൊക്കെയുണ്ട്. അതിനുള്ള മാർഗങ്ങളൊക്കെ ആയിട്ട് തിരുമേനി ഇങ്ങോട്ട് വരൂ. എന്നാലും അതെന്താന്നൊന്ന് പറ. ഈ മന്ത്രവാദികളുടെ കാര്യമല്ലേ, മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളില്ലേ. നാളെ പൂജ കഴിയുമ്പോ തന്നെ അവൾ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ നാളെ രാത്രി തന്നെ കണിമംഗലത്തെ ദുർമരണം നടക്കുമെന്ന് തിരുമേനി പറയും. അവളെ ഇവിടെ നിർത്തിയാ ആർക്കെങ്കിലും ദുർമരണം നടക്കുമെന്ന് തിരുമേനി പറയും. പിന്നെ അവളെ ഇവിടെ നിർത്താൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ? അങ്ങനെ അവളെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാ പിന്നെ കണിമംഗലത്തെ ഏക മരുമകൾ നീയാണല്ലേ? അതെ ചെറിയമ്മേ, എന്റെ ആ പദവിക്ക് തടസ്സമായിട്ട് അവള് നിന്നേ. അപ്പൊ പിന്നെ വെട്ടി നിൽക്കുന്നതില് ഒരു കുഴപ്പമില്ല. എന്തായാലും നാളത്തോടെ വരുണും രാധികയും തമ്മിലുള്ള ബന്ധവും തീർന്നു, കണിമംഗലത്തെ അവളുടെ നിൽപ്പും തീർന്നു. ഏട്ടത്തി പറഞ്ഞത് വ്യക്തമായതോടെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല, നേരെ പാലമറ്റം വാമദേവൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് ഞാനങ്ങ് വിട്ടു. അല്ല, ഏട്ടത്തി വിളിക്കുമെന്നാണ് പറഞ്ഞത്. എന്നോട് തിരുമേനി വന്നെന്ന് കാണാനും പറഞ്ഞു. എന്താണാവോ കാര്യം? അല്ല തിരുമേനി, അങ്ങ് ക്ഷമിക്കണം. എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആറ്റുവശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ മകളെ വിവാഹം കഴിക്കേണ്ടി വന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എന്റെ കുടുംബത്തിനോ എനിക്കോ യോജിച്ചൊരു കുട്ടിയല്ല അതെന്ന് മനസ്സിലായി. സത്യത്തിൽ അവളെ എങ്ങനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ഏട്ടത്തിയോട് ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോഴാ ഏട്ടത്തി തിരുമേനിയുടെ കാര്യം പറഞ്ഞത്. അവരിവിടെ വന്ന കാര്യവും രാധികയെ കണിമംഗലത്ത് നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി തിരുമേനിക്ക് പണം തന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അല്ല, അത് പിന്നെ അതെ, ആ കാര്യത്തിൽ ഒന്നും എനിക്ക് എതിർപ്പില്ല. ഇപ്പൊ ഞാൻ വന്നത് തിരുമേനി ഇന്ന് പൂജയ്ക്ക് വരുമ്പോ പൂജ അവസാനിക്കുന്നതിന് മുമ്പേ അവൾ ഇറങ്ങണമെന്ന് ഒന്നങ്ങ് പറഞ്ഞേക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. കൊള്ളാം. തനിക്ക് അങ്ങനെ ഒരു ഇംഗിതം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ ഒരു ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞേക്കാം. എന്നേക്കുമായി അവളെ തന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളഞ്ഞാ പോരെ?
അത് ഞാൻ ഏറ്റു. എടോ കള്ള തിരുമേനി, ഞാനേ നേരെ ചൊവ്വേ വന്ന് ചോദിച്ചു കഴിഞ്ഞാ താൻ ഇത് സമ്മതിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഏട്ടത്തി എന്നെ പറഞ്ഞയച്ചു എന്നുള്ള കാര്യം അങ്ങോട്ടങ്ങ് പറഞ്ഞത്. തനിക്ക് എന്റെ ഭാര്യയെ കണിമംഗലത്ത് നിന്ന് ഓടിക്കണം അല്ലേ? അർഹതയില്ലാത്ത പണം കൈപ്പറ്റണം അല്ലേ? അല്ല അത് പിന്നെ ആ, താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ദേ ഈ ഫോണിൽ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുമായിട്ടേ ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ അങ്ങ് കയറി ചെന്നാലുണ്ടല്ലോ, അവരിവിടെ വന്ന് തന്നെ അങ്ങ് പൊക്കിക്കൊണ്ട് പോവും. അയ്യോ, താൻ ഇതുവരെ ചെയ്ത ഹീനകൃത്യങ്ങളൊക്കെ അവര് മുട്ടുമേൽ നിർത്തി തന്നെ കൊണ്ട് പറയിപ്പിക്കും. അത് വേണോ എനിക്ക്? അരുത്, ഉപദ്രവം ഉണ്ടാക്കരുത്. ആ 2 സ്ത്രീകൾ വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആഹാ, വേറൊരാളെ ചതിക്കാൻ വിഷമം തോന്നിയില്ല അല്ലേ? ഞാൻ അതിനെന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം. ആ എങ്കി പരിഹാരം ഞാൻ പറയാം. തിരുമേനി കണിമംഗലത്തോട്ട് വരണം. പ്രിയങ്കയുടെ ആത്മാവ് രാധികയുടെ ശരീരത്തിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. തിരുമേനിയെ കാണാൻ വന്ന ആ 2 പേരില്ലേ, അവരുടെ ദേഹത്താണെന്ന് അങ്ങ് പറഞ്ഞാ മതി. മനസ്സിലായോ എനിക്ക്? ഒരു ദുർമന്ത്രവാദം നടത്തി പ്രേതബാധ ഒഴിപ്പിക്കാൻ എത്ര ക്രൂരമായ മാർഗങ്ങളാണോ നിങ്ങൾ സ്വീകരിക്കാറുള്ളത്, ദേ അത് മുഴുവൻ ആ 2 പേരിലും കൂടി നിങ്ങൾ അങ്ങ് സ്വീകരിച്ചിരിക്കണം. അല്ല, അത്രയൊക്കെ വേണോ? വേണം. ഞാനേ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ആവശ്യമില്ല, അതിന്റെ ഒരാവശ്യമില്ല. എന്താ താങ്കൾ ആഗ്രഹിക്കുന്നു വെച്ചാ അത് ഇന്നത്തെ പൂജയിൽ സംഭവിച്ചിരിക്കും. അതെന്റെ വാക്കാ. അങ്ങനെയാണ് പാലമുറ്റത്ത് വാമദേവൻ നമ്പൂതിരിപ്പാട് ഈ പ്രകടനങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. നീ കൊള്ളാടാ. അയാളുടെ മർമ്മത്ത് തന്നെ അടിച്ചു. ഇങ്ങനെ വേണം ആമ്പിള്ളേരായ. എടി പെണ്ണെ, ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസം വന്നോ ഇവൻ ജീവൻ കളഞ്ഞ് നിന്റെ കൂടെ നിൽക്കുവന്ന്? ആ വേണമെങ്കിൽ അയാളെ കൊണ്ട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കായിരുന്നു. തീക്കനൽ വെക്കുകയോ ചട്ടുകം പൊള്ളിച്ചു വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നു. ആ പിന്നെ എന്താ ഇവിടെ കിടന്ന് കരയുന്നത് നമ്മൾ തന്നെ കേൾക്കണല്ലോ എന്ന് കരുതി. സംഗതി ഈ പറഞ്ഞതിനൊക്കെ 2 പേർക്ക് അർഹതയുണ്ട്. എന്നാലും നമ്മൾ അത്രയും ദുഷ്ടത കാണിക്കണ്ട. ഇനി എന്തെങ്കിലും കാര്യത്തിന് മുതിരുമ്പോ കിട്ടിയ തല്ല് 2 പേർക്ക് നല്ല ഓർമ്മയുണ്ടാവും. ആ എന്തായാലും നിങ്ങൾ വാ. പ്രിയങ്കയുടെ ആത്മാവ് ദേഹത്ത് നിന്നൊഴിഞ്ഞു പാവങ്ങൾ അങ്ങനെ കിടക്കുകയല്ലേ, ഒന്ന് പോയി നോക്കിയിട്ട് വരാം. വാ മക്കളെ.